ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2024 നടത്തിയ PSC ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അത് 2, 3, 4 ശരി. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾനൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അടുത്ത ക്വസ്റ്റ്യൻ, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെ പറയുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 2, 3 കലാപം നടന്നത് 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന കലാപകാരികൾ ഉയർത്തി. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവന ശരിയായത് ഏതെന്ന് വെച്ചാൽ എല്ലാം ശരിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്ക് പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പോൾ സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാങ്കാങ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്ക് പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയെ ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ജോഡി 1, 2, 4 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. രണ്ടാമത്തെ 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് പിളർപ്പ്. 1929 ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം 1929. 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഡി ആണ്. 1, 4 അടുത്ത 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2009 ബ്രിക്സ് രൂപപ്പെട്ടത്. അപ്പം ബ്രിക്സ് രൂപം കൊണ്ടത് 2009. 16ാമത്തെ ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ISROയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ 3, 4 ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പം വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ എവിടെയാണ്? തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമര കാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചാൽ 1, 2, 3 ശരി. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ പത്രം ആരംഭിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. എന്നാണ് ആരംഭിച്ചത്? 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. അപ്പോൾ 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി എന്ന് പറയുന്നത് 4 തെറ്റായ ജോഡി. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചരുവ്, കേരള ജ്യോതി പുരസ്കാരം MK സാനു ആണ്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘട്ടക്രമം: ആദ്യം വരുന്ന മലബാർ കലാപം, അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അതിർത്തി ഗാന്ധിയുടെ മരണം. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനയാണ് ശരിയായത് എന്ന് വെച്ചാൽ 1, 2, 3 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 2017 ജൂലൈ 17 എന്നാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്? 2017 ജൂൺ 17 എന്നാണ്. 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല. KMRL ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. അപ്പോൾ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ.
കിംബുൾ അജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് മണിപ്പൂർ. അപ്പോൾ കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കുന്ന നഗരമാണ് അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം എന്നു മുതൽ ജൂൺ മാസം മുതൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് റെസിഡുവൽ പർവ്വതത്തിന് ഉദാഹരണമാണ് ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്ന് ഖനന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനമാണ് ചുവപ്പ് മണ്ണ് അഥവാ റെഡ് സോയില്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ത്രസൈറ്റ് കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ്. മേൽക്കൂര മഴവെള്ള ശേഖരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കുക? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നതിന്. അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കുക? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. അപ്പോൾ കേരള സർവകലാശാലയായി തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് 1937. കേരള സർവകലാശാലയായി മാറിയത് 1957. താഴെ പറയുന്ന ഏത് സമരവും ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത് എന്ന് വെച്ചാൽ വേദാധികാര നിരൂപണമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, നവമഞ്ചരി, ദർശനമാല. ദൈവദശകം, നവമഞ്ചരി, ദർശനമാല. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരനാണ് ഒളപ്പമണ്ണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ONV കുറുപ്പ്, MT വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. താഴെ പറയുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള. രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. രാധാകൃഷ്ണ കമ്മീഷനും കോത്താരി കമ്മീഷനും. തേഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ്. ഈ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യ താഴെ പറയുന്നത് എവിടെയാണ്? തേഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് ബംഗാളിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകൾ ആധിപത്യം സ്ഥാപിച്ചത്? സാൻകിബാർ ആണ്. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് D ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് കുണ്ടറ വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1821, കുളച്ചൽ യുദ്ധം 1741. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം 1721, കുണ്ടറ വിളംബരം 1809. മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ 1ഉം 3ഉമാണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. 1976 42ാം ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ശരിയായവ ഏത് എന്ന് വെച്ചാൽ ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. ഇന്ത്യൻ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് എന്ന് വെച്ചാൽ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്.
1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നത്. അപ്പോൾ 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായിട്ടുള്ളത് 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരം നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതെന്ന് വെച്ചാൽ ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥ് ഭുവനേശ്വരിയാണ്. ഇന്ത്യൻ ഭരണഘടന 25, 28 വരെയുള്ള വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്. അപ്പോൾ ഇതിൽ മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപക ജമ്പക വസ്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന 25, 28 വരെയുള്ള വകുപ്പുകൾ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്ന് വെച്ചാൽ ഡി ആണ് പെടാത്തത്. പെടുന്നത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപക ജമ്പക വസ്തുക്കൾ ആർജിക്കുവാനുമുള്ള അവകാശം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. കുരിശ് ലഹളയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ 1, 3, 4 ആണ്. കുരിശ് ലഹള 1812 കുരിശ് ലഹള ഉണ്ടായത് പ്രധാന നേതാവ് രാമൻ നമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള 1812 പ്രധാന നേതാവ് രാമൻ നമ്പി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് കേരളീയ സുഗുണബോധിനിയാണ്. കേരളീയ സുഗുണബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളീയ സുഗുണബോധിനി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏതൊക്കെയെന്ന് വെച്ചാൽ 1, 2, 3 ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട്, ചേലക്കര. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയെന്ന് പറയുന്നത് വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിന് ലാറ്ററൈറ്റ് മണ്ണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്പട ആനന്ദൻ. കേരളത്തിലെ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസ്. തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കീഴരിയൂർ ബോംബ് കേസാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭ ബന്ധമുള്ളത് പുന്നപ്പറ വയലാർ സമരം, മലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം ഉൾപ്പെടാത്ത വിഷയം ഏത് എന്ന് വെച്ചാൽ ജനസംഖ്യാനുപാത സംവരണമാണ്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയാണ്? കർണോസ് പാതിരിയാണ്.
ആരുടെ സംഭാവനയാണ്? അർണോസ് പാതിരി 1850 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. വേലുത്തമ്പി ദളവ 1859 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആലപ്പുഴ. എന്നാണ് 1859. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻ്റ. കോശഭിത്തിയുടെ എല്ലാ ഭാഗവും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷകാഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസുകൾ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന മുഴ വൃക്കാധമനിയാണ്. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനും 3, 4 കാണാതെ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മോനിറ. ഭീമാകാരത്വം എന്ന ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് സൊമാറ്റോട്രോപിൻ. കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം കണ്ണിലാണ് കാണപ്പെടുന്നത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം 4 മടങ്ങാകും. കൂട്ടത്തിൽപ്പെടാത്തത് വേഗമാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ചില പ്രസ്താവന നൽകിയിരിക്കുന്ന ഇവയെ ജെ തോമസും ബന്ധപ്പെടാത്ത പ്രസ്താവന എന്ന് വെച്ചാൽ ന്യൂട്രോൺ കണ്ടെത്തി എന്നതാണ് ബന്ധപ്പെടാത്തത്. അപ്പോൾ ബന്ധപ്പെട്ടത് പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ച് ഇലക്ട്രോണിനെ കണ്ടെത്തി ഡിസ്ചാർജ് രൂപ പരീക്ഷണങ്ങൾ നടത്തി. റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ. ലീച്ചിങ് എന്ന സാധാരണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയനിനാണ്? അലൂമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അടുത്ത മാത്സ് ക്വസ്റ്റ്യൻ ആണ്. സമചതുര ആകൃതിയിലുള്ള ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചതുര ആകൃതിയിലുള്ള പുതിയ തുണിയുടെ വില എത്രയായിരിക്കും? അതായത് സമചതുര ആകൃതിയുടെ തുണിയുടെ നീളം 1 മീറ്റർ എന്ന് വെച്ചാൽ വിസ്തീർണമാണ് 1 മീറ്റർ സ്ക്വയർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് എന്ന് വെച്ചാൽ പകുതിയാക്കുമ്പം 1/2 × 1/2 ആണ്. അപ്പം 1/4 ആണ് ഇപ്പോഴുള്ള തുണിയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 1/4 മീറ്റർ സ്ക്വയർ. ഈ 1/4 എന്ന് പറയുന്നത് 100/4 കിട്ടുമ്പോൾ 25 രൂപയാണ് ഇപ്പോഴത്തെ വില. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. അടുത്ത 2 സംഖ്യകളുടെ ലസാഗു 60, ഉത്സാഹം 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് വെച്ചാൽ 60 × 3 / 12 ചെയ്യുമ്പോൾ ആൻസർ 15 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഇക്വേഷൻ എന്ന് പറയുന്നത് a-b² ഇക്വേഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ 15 - 12 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിൻ്റെ അളവ് 80 മില്ലിമീറ്റർ ആയ പാലിൻ്റെ അളവ് അതായത് 4 ഭാഗം വെള്ളം. അപ്പോൾ 80/4 ഇൻറ്റു എന്താണ് കണ്ടുപിടിക്കുന്നത്? ഇൻറ്റു 5 ആണ്. അത് ചെയ്യുമ്പോൾ 100 മില്ലിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ 86, 20 ആണ് ആൻസർ. അടുത്തത് a+b × a-b ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് 16.3 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിൻ്റെയും 12.1 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെയും ചുറ്റളവ്. അപ്പോൾ സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 3a-യും സമചതുരത്തിൻ്റെ 4a-യും. അപ്പോൾ 3 × 16.3 - 12 × 4 ചെയ്യുമ്പോൾ വ്യത്യാസം 0.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിൽ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിലെ നമ്പർ എത്രയായിരിക്കും? അപ്പോൾ 7575 നിന്ന് അവസാന നോട്ടിൽ നിന്ന് അപ്പം 59 കൂട്ടണം. അപ്പോൾ 7637 കിട്ടും. അടുത്ത ക്വസ്റ്റ്യന് വിട്ടുപോയ സംഖ്യ ഇവിടെ 4, 6, 8 അങ്ങനെ കൂടി പോവാണ്.
അടുത്ത ക്വസ്റ്റ്യന് ആൻസർ ബി ആണ്. അടുത്തത് ഒരു കുടുംബത്തിൻ്റെ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം പെൺകുട്ടികളും 2 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? 17 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യന് 6.25 ആണ് ആൻസർ വരുന്നത്. അടുത്തത് ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ തിരിച്ച് 120 കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു. ഈ 2 ദൂരങ്ങൾ കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തു എങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ 2a, അതായത് 30 പ്ലസ് 120 ഉള്ള ഇക്വേഷനാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അതായത് 2ab പ്ലസ് 2ab 2 ഇൻറ്റു 30 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 120 പ്ലസ് 30 ഇൻറ്റു 5 മണിക്കൂറാണ്. 5 മണിക്കൂർ രണ്ടിടത്തോട്ടും ഉള്ളതാണ് 5 മണിക്കൂർ. അപ്പം ഒരിടത്തോട്ടുള്ളത് കാണാൻ 5 ഡിവൈഡഡ് ബൈ 2, അതായത് 2 ഇൻറ്റു 30 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 2 കിട്ടുമ്പോൾ 120 കിലോമീറ്റർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ 2700 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 3 വയസ്സിൽ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ആവറേജ് എടുത്താൽ മതി. അത് മൊത്തത്തിൽ ആവറേജ് കാണാൻ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. 50 ഡിവൈഡഡ് ബൈ 5 കിട്ടുമ്പോൾ 10 കിട്ടും. അതെന്ന് പറയുന്ന ആവറേജ് നടുക്ക് വരുന്നത് 10 അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് വരുന്നത് 7, അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന 4 വരും. 4, 7, 10, ഇപ്പുറത്ത് 10 കഴിഞ്ഞ് 13, 13 16. അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന് പറയുമ്പം 3 വരുന്നത്, 4 വരുന്നത് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ അവസാനത്തെ, അതായത് 3, 6, 2, 6 ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 216 എന്ന് കിട്ടും. 216ൻ്റെ അവസാനത്തെ സംഖ്യ 6ആണ്. അപ്പോൾ 6ആണ് ആൻസർ വരുന്നത്. തന്നിരിക്കുന്ന ജോഡികൾ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? അതായത് ഇവിടെ തിരിച്ചിട്ട് നോക്കാം. 17നെ തിരിച്ചിടുമ്പോൾ 71 കിട്ടും, അത് ശരിയാണ്. 23 തിരിച്ചിടുമ്പോൾ 32 എന്ന് കിട്ടും. 46 തിരിച്ചിടുമ്പോൾ 67 എന്ന് കിട്ടും. പക്ഷേ 19 തിരിച്ചിടുമ്പോൾ 91 വരുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ വരുമാനത്തിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. സമ്പാദ്യം എത്രയാണ്? അതായത് 15%, 28%, 10% കൂടെ കൂട്ടണം. കൂട്ടി കിട്ടുന്നതാണ് അവിടെ നടക്കുന്ന ചിലവ്. ആ ചിലവിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വരുമാനം കിട്ടും. അടുത്തത് ഇവിടെ എന്ന് വെച്ചാൽ 5 മൈനസ് ഇത് ചെയ്യുമ്പോൾ 5 - 5 എന്ന് കിട്ടും. 0 ആണ് ആൻസർ.